ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. വീഡിയോയുടെ തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഇന്നത്തെ വീഡിയോ എന്തിനെ കുറിച്ചാണെന്ന്. അതെ, നമ്മൾ ഇന്നൊരു ചെറിയ അക്വേറിയം സെറ്റ് ചെയ്യാൻ പോവാണ്. നിങ്ങൾ ഫിഷ് വളർത്താൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായും കാണണം. കാരണം ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടേക്കാം. ഇവിടെ ഞങ്ങൾ 2 ഫീമെയിൽ ഗോൾഡ് ഫിഷിനെയാണ് വാങ്ങിയിരിക്കുന്നത്. ഫീമെയിൽ മെയിൽ തിരിച്ചറിയുന്നത് അതിന്റെ ടെയിൽ നോക്കിയിട്ടാണ്. ഡബിൾ ടെയിൽ ആണെങ്കിൽ ഫീമെയിൽ ഫിഷും സിംഗിൾ ടെയിൽ ആണെങ്കിൽ മെയിൽ ഫിഷും ആണ്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇന്ന് നമ്മൾ ഒരു ബൗൾ അക്വേറിയമാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അതിനായി അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബൗള് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് സ്റ്റോൺസ് ഇട്ട് കൊടുക്കാം. കണ്ടോ, ഞാൻ ഡിഫറെന്റ് കളേഴ്സിലുള്ള സ്റ്റോൺസ് ആണ് വാങ്ങിയിരിക്കുന്നത്. നമുക്കത് പതിയെ നമ്മുടെ ബൗളിലേക്ക് വച്ചു കൊടുക്കാം. സ്റ്റോൺസ് വയ്ക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വളരെ പതുക്കെ വേണം വച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ ബൗള് പൊട്ടിപ്പോവാനിടയാവും. അപ്പൊ നമുക്ക് നമ്മുടെ സ്റ്റോൺസ് ഒക്കെ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മുടെ സ്റ്റോൺസ് എല്ലാം ബൗളില് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബൗളിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇതിൽ 4 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ബൗളിന്റെ 3/4 ഭാഗത്തോളം വെള്ളമാണ് ഫിൽ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ബയോസേഫ് എന്ന് പറഞ്ഞ മെഡിസിൻ ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മുടെ ഫിഷിന് വരുന്ന ഫംഗൽ ഡിസീസ്, ബാക്ടീരിയ ഡിസീസ് ഒക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ബയോസേഫ് ഉപയോഗിക്കുന്നത്. നമ്മളെടുത്ത വെള്ളത്തിന്റെ അനുസരിച്ച് ഒരു 3-4 ഡ്രോപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ചെടി സെറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോ ഒരു ആർട്ടിഫിഷ്യൽ ചെടിയാണ് എടുത്തേക്കുന്നത്. ഒറിജിനൽ ചെടി ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പൊ നമ്മുടെ അക്വേറിയത്തിന്റെ ഡെക്കറേഷൻ വർക്ക് ഒക്കെ ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മോട്ടറും കൂടി ഫിറ്റ് ചെയ്ത് കൊടുത്താൽ നമുക്കിനി ഫിഷിനെ ഇടാം. ഇനി നമുക്ക് നമ്മുടെ ഫിഷിനെ ഇട്ട് കൊടുക്കാം. ബൗളിലൊക്കെ ആവുമ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള മീനാണെങ്കിൽ മാക്സിമം 2 എണ്ണത്തിനൊക്കെ ഇട്ട് കൊടുത്താൽ മതി. എന്നാലാണ് അതിന് നീന്തി കളിക്കാനും അതിന്റെ ആവശ്യത്തിന് ഓക്സിജൻ ലഭ്യതയ്ക്കൊക്കെ 2 ഫിഷ് ആയിരിക്കും അനുയോജ്യം. നമ്മുടെ മോട്ടറിന്റെ സ്വിച്ച് ഓൺ ആക്കി നല്ല അടിപൊളിയായിട്ട് ബബിൾസ് എല്ലാം വരുന്നുണ്ട്. നമ്മുടെ ബയോസേഫ് ലിക്വിഡിന്റെ ആ ബ്ലൂ ഷെയ്ഡ് ഉണ്ടല്ലോ, വാട്ടറിലൊക്കെ ആ ഒരു ബ്ലൂ ഷെയ്ഡ് ആയിട്ടാണ് തോന്നിക്കുന്നത്. നല്ല ഭംഗിയുണ്ടാവും ബ്ലൂ ഷെയ്ഡിൽ കാണാനായിട്ട്. അപ്പൊ നമ്മുടെ അക്വേറിയത്തിന്റെ വർക്ക് ഫിനിഷ് ആയി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമന്റും ചെയ്യുക. കൂടാതെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.